ഹായ് ഓൾ, വെൽക്കം ടു ക്ലാസ്മേറ്റ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ 5ാമത്തെ ചാപ്റ്ററിലെ സെക്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഡിവിഷൻ എന്ന് പറയുന്ന സെക്ഷനിലെ കോൺസെപ്റ്റും തിയറിയൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ നോക്കി. അതുപോലെ തന്നെ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനും സോൾവ് ചെയ്തു. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് 2ാമത്തെയും 3ാമത്തെയും ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: കമ്പ്യൂട്ട് ദ ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് ദി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഷോൺ ബിലോ കറക്റ്റ് ടു എ മില്ലിമീറ്റർ. ചിത്രത്തിൽ സമഭുജ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം മില്ലിമീറ്റർ വരെ കൃത്യമായി കണക്കാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു സമഭുജ ത്രികോണം തന്നിട്ടുണ്ട്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അതിന്റെ ഹൈറ്റും തന്നിട്ടുണ്ട് കേട്ടോ, ഹൈറ്റും തന്നിട്ടുണ്ട്, ഉയരം തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിന്റെ വശങ്ങളുടെ നീളം മില്ലിമീറ്റർ വരെ കൃത്യമായിട്ട് കണക്കാക്കുക. അതായത് എന്താണ്, ദശാംശ സ്ഥാനം കഴിഞ്ഞിട്ട് 2 പോയിന്റ് കൂടെ നമുക്ക് എന്ത് ചെയ്യണം, സോറി 3 പ്ലേസ് കൂടെ വേണം. ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ട് 3 പ്ലേസ് കൂടെ വരണം. സോ അതാണ് മില്ലിമീറ്റർ വരിക. ഓക്കെ, നോക്കാം. അപ്പൊ ഇത് തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം ഈ ഉയരവും വശങ്ങളും തമ്മിലുള്ള ബന്ധം നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. അതായത് ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ ഞാൻ ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇവിടെ എടുക്കുന്നു. ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ നോക്കുവാണെങ്കിൽ ഇതിന്റെ വശം സൈഡ് എ എന്നെടുത്താലോ, ഒരു വശം എ ആണെങ്കിൽ ഈ താഴെ എന്തോരും, ഇത് a/2 ആയിരിക്കും. ഈ ഭാഗം എന്തായിരിക്കും, a/2 ആയിരിക്കും കേട്ടോ. ഈ വശം എ ആണെങ്കിൽ ഇത് a/2, ഇത് a/2. ഉയരം എപ്പോഴും ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്തായിരിക്കും, മധ്യബിന്ദുവിൽ നിന്നായിരിക്കും ഉയരം വരയ്ക്കുക, മിഡ് പോയിന്റിൽ നിന്നായിരിക്കും ഹൈറ്റ് എടുക്കുക. സമഭുജ ത്രികോണത്തിന്റെ പ്രത്യേകതയാണ്. സോ a/2. ഇനി നമ്മൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിൾ നമ്മൾ പരിഗണിക്കുക. അതായത് ABC എന്ന് പറയുന്ന ത്രികോണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തൂടെ. ഇവിടുത്തെ ഒരു മട്ട ത്രികോണമാണ്. ഉയരം എപ്പോഴും നമ്മൾ ലംബ ഈ പെർപെൻഡിക്കുലർ വെച്ച് എടുക്കാറുള്ളൂ അല്ലെ. ഉയരം ഹൈറ്റ് എപ്പോഴും ഒരു പെർപെൻഡിക്കുലർ വാല്യൂ ആണ്. സോ ഈ മട്ട വാല്യൂ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ത്രികോണം ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ പോകണം. നമുക്ക് ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താലോ, ഇത് H എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ ട്രയാങ്കിൾ ABC പൈതഗോറസ് തിയറം നമ്മൾ എന്ത് ചെയ്യുക, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, AC സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. അതായത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ, കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ആണ്. സോ AC-യുടെ വാല്യൂ നമ്മൾ എന്തെടുത്തു, സൈഡിന്റെ ലെങ്ത് A എന്നെടുത്തു. ഓക്കെ, അപ്പൊ A എന്താണ്, A ലെങ്ത് ഓഫ് എ സൈഡ്. ഓക്കെ, ലെങ്ത് ഓഫ് എ സൈഡ്. ഒരു വശത്തിന്റെ നീളമാണെന്ത് A, ഒരു വശത്തിന്റെ നീളമാണ് A. സമഭുജ ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം A ആണ്. അപ്പോൾ AC സ്ക്വയർ മീൻസ് A സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ എന്താണ്, a/2 the whole square പ്ലസ് BC സ്ക്വയർ എന്താണ്, H സ്ക്വയർ അല്ലെങ്കിൽ 4 സ്ക്വയർ. ഓക്കെ, H സ്ക്വയർ എന്ന് പറഞ്ഞത് നോക്കാം, H സ്ക്വയർ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ വേണമെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തൽക്കാലം ഇവിടെ H ഇടുന്നത് നമുക്കൊരു ഫോർമുല കിട്ടാൻ വേണ്ടിയിട്ടാണ്. A സ്ക്വയർ ഈക്വൽ ടു a/2 the whole square എന്ന് പറഞ്ഞാൽ എന്താണ്, A സ്ക്വയർ ബൈ 2 സ്ക്വയർ കേട്ടോ. a/2 the whole square എന്ന് പറഞ്ഞാൽ A സ്ക്വയർ ബൈ 2 സ്ക്വയർ ആണ് പ്ലസ് H സ്ക്വയർ. നമുക്ക് എയുടെ വാല്യൂസ് എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്ത് വരും, A സ്ക്വയർ മൈനസ് ഇവിടെ ആഡ് ചെയ്യുന്ന A സ്ക്വയർ ബൈ 2 സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു ബൈ 2 സ്ക്വയർ പ്ലസ് ഈക്വൽ ടു എന്ത് വരും, H സ്ക്വയർ വരും. നമുക്ക് ഈ ഡിവൈഡ് ബൈ സ്ക്വയർ എന്താണ്, അത് ഡിവൈഡ് ബൈ 2 സ്ക്വയർ എന്താണ്, 4 ആവും. അപ്പോൾ A സ്ക്വയർ മൈനസ് A സ്ക്വയർ ബൈ 4 ഈക്വൽ ടു H സ്ക്വയർ ആണ്. അപ്പോൾ ഈ 4 എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ 4 × A സ്ക്വയർ 4A സ്ക്വയർ മൈനസ് A സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു H സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കിട്ടും, 4A സ്ക്വയർ മൈനസ് A സ്ക്വയർ എന്താണ്, 3A സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു H സ്ക്വയർ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ എല്ലാം റൂട്ട് എടുക്കാം. നമുക്ക് സ്ക്വയറിലല്ലോ, എയിലും എച്ചിലും അല്ലേ വാല്യൂസ് വേണ്ടത്. ഇതിന്റെ എല്ലാം റൂട്ട് എടുത്താലോ,
അതായത് ഈ സ്ക്വയർ പോവില്ലേ, എന്താണ് 3a² root of 3a² is equal to root of h². അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാന്ന് പഠിച്ചു, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് റൂട്ട് എക്സ് റൂട്ട് വൈ റൂട്ട് z എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, റൂട്ട് ഓഫ് എക്സ് വൈ ഡിവൈഡ് ബൈ z. അതായത് ഇത് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ ഈക്വൽ ടു റൂട്ട് എക്സ് വൈ എന്ന് എഴുതാൻ അറിയാം, റൂട്ട് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് വൈ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് ബൈ വൈ എന്ന് എഴുതാൻ അറിയാം. സോ അത് ഉപയോഗിച്ചാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. അപ്പോൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിൽ മാത്രമേ ഇത് അപ്ലിക്കബിൾ ആവുള്ളൂ. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം, നമ്മൾ ഈ പാഠത്തിൽ തന്നെ പഠിച്ച കാര്യമാണ്. അപ്പോൾ റൂട്ട് 3 ഇൻറ്റു റൂട്ട് a² ഡിവൈഡ് ബൈ റൂട്ട് 4 ഈക്വൽ ടു റൂട്ട് h². അപ്പോൾ റൂട്ട് 3 അങ്ങനെ തന്നെ എടുക്കുക. റൂട്ട് 3ക്ക് മറ്റു വാല്യൂ നമുക്കില്ല. റൂട്ട് 4ന്റെ വാല്യൂ എന്താണ് 2 ആണ്. a²ന്റെ വാല്യൂ എന്താണ് a ആണ്. ഓക്കെ, a²ന്റെ വാല്യൂ a ആണ്. a² റൂട്ട് a വരും. അപ്പോൾ റൂട്ട് 3/2 a ഈക്വൽ ടു h. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഹൈറ്റ് ഈസ്, ഈ ബന്ധം എന്ത് വരും നമുക്കിപ്പോ ഇവിടെ റിലേഷൻഷിപ്പ് എന്ത് കിട്ടി, റൂട്ട് 3a/2 ആണെന്ത് ഹൈറ്റ്. അപ്പൊ നമ്മുടെ ഹൈറ്റ് ഉണ്ടല്ലേ, ഹൈറ്റ് ഉണ്ടല്ലോ, ഹൈറ്റ് എന്താണ് 4 എന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഫോർമുല ഇവിടെ എടുത്താലോ, ഈ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് h is equal to റൂട്ട് 3/2 a ആണ്. അപ്പോൾ എച്ചിന്റെ വാല്യൂ എന്താണ് 4. അല്ലെ തിരിച്ചെഴുതിയാലും മതി. ഇപ്പൊ ഇവിടെ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് തിരിച്ചെഴുതാം. നമുക്ക് നേരത്തെ കിട്ടിയ പോലെ റൂട്ട് 3/2 a ഈക്വൽ ടു h. അപ്പോൾ a എങ്ങനെ കിട്ടും, റൂട്ട് 3/2 a എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ എച്ചിന്റെ വാല്യൂ 4 ആണ് അല്ലേ. അപ്പൊ നമുക്ക് a എങ്ങനെ കിട്ടും, a ഈക്വൽ ടു ഈ ഡിവൈഡ് ബൈ 2 ഇവിടെ പോയി മൾട്ടിപ്ലൈ ചെയ്യും, ഈ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന റൂട്ട് 3 ഇവിടെ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യും. അപ്പോൾ a ഈക്വൽ ടു 4 ഇൻറ്റു 2 ബൈ റൂട്ട് 3, അതായത് 8 ഡിവൈഡ് ബൈ റൂട്ട് 3. ഓക്കെ, 8 ഡിവൈഡ് ബൈ റൂട്ട് 3 ആണ് ഇതിന്റെ നീളം. പക്ഷെ നമുക്ക് ഇത് മതിയോ, ഇല്ല, നമുക്ക് മില്ലിമീറ്റർ വരെ കൃത്യമായിട്ട് കണക്കാക്കണം അല്ലെ, കറക്റ്റ് മില്ലിമീറ്റർ. അപ്പൊ നമുക്ക് റൂട്ടിൽ തന്നെ ഇട്ടിരിക്കാൻ പറ്റില്ല, ഇതിന്റെ മില്ലിമീറ്റർ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, a ഈക്വൽ ടു 8 ബൈ റൂട്ട് 3 നമ്മൾ എങ്ങനെ ചെയ്യുമെന്ന് പഠിച്ചിട്ടുണ്ട്. 8 ബൈ റൂട്ട് 3 നമുക്ക് എങ്ങനെ എഴുതാം, ഈക്വൽ ടു 8 റൂട്ട് 3/3. അതായത് എങ്ങനെയാണ് ഇത് കിട്ടുന്നത്, 8 ബൈ റൂട്ട് 3 എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യും. എന്തുകൊണ്ട്, റൂട്ട് 3 കൊണ്ട് തന്നെ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യും ചെയ്യും. സോ 8 ഇൻറ്റു റൂട്ട് 3, 8 ഇൻറ്റു റൂട്ട് 3, 8 റൂട്ട് 3, റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 3 ആണ് കേട്ടോ. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 3 ആണ്. സോ 8 റൂട്ട് 3/3. അപ്പൊ ഇനി ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം 8 റൂട്ട് 3യുടെ വാല്യൂ കണ്ടുപിടിച്ചാലോ. 8 ഇൻറ്റു മില്ലിമീറ്റർ വരെയുമ്പോൾ 1.732 1.732 ഡിവൈഡഡ് ബൈ 3 എന്ത് കിട്ടും, ഇതിന്റെ വാല്യൂ. നിങ്ങളത് സോൾവ് ചെയ്ത് നോക്കൂ, നിങ്ങളത് എല്ലാം സോൾവ് ചെയ്ത് നോക്കൂ. ആദ്യം മൾട്ടിപ്ലൈ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് താല്പര്യമുള്ള രീതിയിൽ എന്ത് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഇതായിരിക്കും, 4.618 സെന്റിമീറ്റർ ആയിരിക്കും ഇവിടെ കിട്ടുന്ന വാല്യൂ. ഓക്കെ, അപ്പൊ 3 പ്ലേസ് വേണം, അപ്പോഴാണ് മില്ലിമീറ്റർ വരെ ആവുക. സോ വശത്തിന്റെ നീളം എന്ത് കിട്ടി, വശത്തിന്റെ നീളം 4.618 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഈ കണക്ക് മനസ്സിലായോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഏറ്റവും എളുപ്പം എന്താണ് ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം ഡിവൈഡ് ചെയ്യുക കേട്ടോ. മൾട്ടിപ്ലൈ ചെയ്തതിനു ശേഷം ഡിവൈഡ് ചെയ്യാം. നിങ്ങൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും, 13.856 എന്ന് കിട്ടും. പിന്നെ ഡിവൈഡ് ബൈ 3 ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 4.618 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത കണക്കിലേക്ക് പോവാം. അടുത്തൊരു കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കണക്കാണ്, നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ. അപ്പൊ നമുക്ക് ഈ കണക്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഫോർമുലയാണ്. ഒരു സമഭുജ ത്രികോണത്തിന്റെ, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് a ആണെങ്കിൽ, ഒരു സമഭുജ ത്രികോണത്തിന്റെ വശം a ആണെങ്കിൽ ഉയരം h എന്തായിരിക്കും, റൂട്ട് 3/2 a ആയിരിക്കും. ഓക്കെ, സൈഡ് a ആണെങ്കിൽ, ഒരു സമഭുജ ത്രികോണത്തിന്റെ വശം a ആണെങ്കിൽ അതിന്റെ ഉയരം
√3/2a ആയിരിക്കും. ഇത് ഓർത്ത് വെച്ചേക്കുക, കാരണം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ ഇതിന്റെ ആവശ്യമുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. All red triangles in the picture are equilateral and of the same size. What is the ratio of sides of the outer and inner squares? ചിത്രത്തിലെ ചുവന്ന ത്രികോണങ്ങളെല്ലാം സമഭുജമാണ്. പുറത്തെ സമചതുരത്തിന്റെയും അകത്തെ സമചതുരത്തിന്റെയും വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ എല്ലാം ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ്സ് എന്തെടുക്കാം? എ എന്നെടുക്കാം. എ എ എ, മൂന്ന് വശങ്ങളും തുല്യമല്ലേ? സമഭുജ ത്രികോണത്തിൽ എല്ലാ വശങ്ങളും തുല്യമാണ്. ഇനി ഇവിടെ ഹൈറ്റ് എച്ച് എടുത്താൽ ഹൈറ്റിന്റെ ബന്ധം എന്താണ്? ഹൈറ്റും വശവും നമ്മളുടെ h is equal to √3/2a. നമ്മളിത് തൊട്ട് മുമ്പത്താണെങ്കിൽ പഠിച്ച കാര്യമാണ്. അപ്പോൾ ഉയരം എന്താണ്? ഒരു സമഭുജ ത്രികോണത്തിന്റെ വശം a ആയാൽ ഹൈറ്റ് √3/2a ആയിരിക്കും. ഓക്കെ, അപ്പൊ ലെങ്ത് ഓഫ് സൈഡ് എന്താണ്? സൈഡ് ഓഫ് equilateral triangle equal to a. എന്താണ്? സമഭുജ ത്രികോണത്തിന്റെ വശത്തിന്റെ നീളം a എന്നിരിക്കട്ടെ. സമഭുജ ത്രികോണത്തിന്റെ വശത്തിന്റെ നീളം a എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഉയരം h എന്തായിരിക്കും? h is equal to √3/2a ആയിരിക്കും. ഹൈറ്റ് h എന്തായിരിക്കും? ഉയരം h എന്തായിരിക്കും? √3/2a. അപ്പൊ ഈ ഫിഗർ നോക്കിയാൽ ഇത് a ആണ്. ഓക്കെ, ഇത് എ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? അത് ഇത് എ ആണ്. ഇത് എ ആണെങ്കിൽ ഇത് ഹൈറ്റ് അല്ലേ വരിക? അതായത് ഈ കാണുന്നത് എന്താണ്? ഹൈറ്റ് ആണ്. അപ്പോൾ ഈ സൈഡ് എ ആണെങ്കിൽ ഇത് എ ആണ്. അപ്പൊ ഇവിടെ എല്ലാം എ ആണെങ്കിൽ ഇതെന്തായിരിക്കും? എച്ച് ആയിരിക്കും. ഇത് എച്ച് ആയിരിക്കും. നോക്കിയാൽ നമ്മൾ ഈ കാണുന്നത് ഇത് മുതൽ ഇതുവരെയുള്ള നീളം എന്താണ്? ഇത് എ ആണ്. അടുത്ത് ഈ നീളം എച്ച് ആണ്. ഈ നീളം എന്തായിരിക്കും? എച്ച് ആയിരിക്കും അല്ലെ? അപ്പോ മൊത്തത്തിൽ എന്ത് വരും? ഇത് 2h വരും അല്ലെ? ഇത് 2h വരും. ഇത് എ, ഇത് 2h. അപ്പൊ മൊത്തം നീളം എന്ത് വന്നു? a + 2h. അപ്പൊ ഇത് മുതൽ ഇതുവരെയുള്ള നീളം എന്താ കിട്ടുക? a + 2h. ഓക്കെ, മനസ്സിലായോ? അതായത് ഇവിടെ ഒരു h ഉണ്ട്, ഇവിടെ ഒരു h ഉണ്ട്. ഈ നീളം എന്താണ്? a ആണ്. സോ h + a, a + 2h എന്നോ 2h + a എന്ന് പറയാം. നമുക്ക് 2h + a എന്ന് തൽക്കാലം പറയാം. ഇനി അകത്ത് വരുമ്പോഴോ ഈ നീളം എന്ത് പറഞ്ഞു നമ്മള്? ഇത് 2h ആണെന്ന് പറഞ്ഞു. ഈ 2hൽ നിന്ന് എന്താ കുറച്ചിട്ടുള്ളത്? എന്നിട്ട് ഇത്ര a കുറച്ചിട്ടില്ലേ? അതായത് ഈ കാണുന്ന a, ഈ നീളം, ഇതിന്റെ ബേസ് എന്ത് ചെയ്യുന്നത്? കുറച്ചിട്ടില്ലേ? മൊത്തം നീളം 2h ആണ്. അതിൽ നിന്ന് ബേസ് കുറച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ സ്ക്വയറിന്റെ ലെങ്ത് കിട്ടും. ചെറിയ സ്ക്വയറിന്റെ ലെങ്ത്. ഓക്കെ, ഇതിന്റെ ഒരു വശം. അതായത് ഈ നീളം എന്താ വരിക? ഈ ലെങ്ത് എടുക്കുവാണെങ്കിൽ അത് 2h വരും. അതിൽ നിന്ന് ഇവിടെ കാണുന്നത് ഇത്രയും നീളം എന്താണ്? ഇത്രയും നീളം ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് അല്ലേ? ട്രയാങ്കിളിന്റെ ഒരു സൈഡാണ്, അത് a ആണ്. അത് കുറയ്ക്കുക. ഈ മൊത്തം 2hൽ നിന്ന്, അതായത് h + h, 2h - a, അതായിരിക്കും എന്ത്? ഈ കാണുന്ന നീളം, അതായത് 2h - a. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ലാർജർ സ്ക്വയർ, ഔട്ടർ സ്ക്വയർ എന്ന് എഴുതാം. ലാർജർ സ്ക്വയർ എന്നല്ല, പുറത്തെ സമചതുരം. ഔട്ടർ സ്ക്വയർ ഈക്വൽ ടു 2h + a അല്ലെ? പുറത്തെ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം 2h + a ആണ്. ഓക്കെ, a + 2h എന്ന് 2h + a എന്ന് എടുക്കാം. ഓക്കെ, എഴുതിക്കൊള്ളണം. പുറത്തെ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം 2h + a ആണ്. ഇനി എന്താണ്? ഈ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ഇന്നർ സ്ക്വയർ, അകത്തെ സമചതുരത്തിന്റെ നീളം എന്താണ്? അകത്തെ സമചതുരത്തിന്റെ നീളം എന്താണ്? 2h - a അല്ലെ? ഈ വശം എന്താണ്? ഇത് 2h - a ആണ്. ഇത് 2h - a ആണ്. ഇത് 2h - a, 2h - a. അകത്തെ സമചതുരത്തിന്റെ നീളം എന്താണ്? 2h - a. പുറത്തുള്ള 2h + a യും അകത്തെ 2h - a യും. ഓക്കെ, അതെങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിന്റെ റേഷ്യോ ആണ് വേണ്ടത് അല്ലെ? പുറത്തേതും അകത്തേതും നമ്മൾ റേഷ്യോ ആണ്. അത് നമ്മൾ ആദ്യം 2h + a യും 2h - a യും കണ്ടുപിടിക്കണം. സോ വാട്ട് ഈസ് 2h + a? 2h + a എന്ന് പറയുമ്പോൾ hന്റെ വാല്യൂ
നമ്മൾ കണ്ടുപിടിച്ചു. എച്ചിന്റെ വാല്യൂ നമുക്കറിയാം എന്താണ്, ഈ ഇതിന്റെ സൈഡിന്റെ നീളം എ ആണെങ്കിൽ എച്ചിന്റെ വാല്യൂ എന്തായിരിക്കും, √3/2 എ ആയിരിക്കും, √3/2 എ. സോ എച്ചിന്റെ വാല്യൂ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 2 × √3/2 എ പ്ലസ് എ. എന്ത് കിട്ടും, ഈ 2 ക്യാൻസൽ ആവും. സോ ബാക്കി എന്ത് വരും, √3a പ്ലസ് എ, അതായത് a × √3 പ്ലസ് 1. ഓക്കെ, പുറത്തെ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം എന്താണ്, a × √3 പ്ലസ് 1 ആണ്. ഇനി അകത്തെ സമചതുരത്തിന്റെ ആയാലോ 2h മൈനസ് a ആണ്. അപ്പൊ 2 × എച്ചിന്റെ വാല്യൂ √3/2a മൈനസ് എ ഈക്വൽ ടു, ഈ 2 ക്യാൻസൽ ആവും, അതായത് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്തിരിക്കല്ലേ. സോ അതെന്ത് ചെയ്യാം, നമുക്ക് ക്യാൻസൽ ആയി 2/2 വരും, 2/2 മീൻസ് 1 ആണ്. അപ്പൊ √3a മൈനസ് എ ഈക്വൽ ടു a × √3 മൈനസ് 1. ഓക്കെ, ഇത് നമുക്ക് റേഷ്യോ ആണ് വേണ്ടത്. റേഷ്യോ എന്താണ്, പുറത്തെ സമചതുരത്തിന്റെ വശങ്ങളും അകത്തെ സമചതുരത്തിന്റെ വശവും തമ്മിലുള്ള അംശബന്ധമാണ് വേണ്ടത് അല്ലെ. റേഷ്യോ ഓഫ് ദ ഔട്ടർ ആൻഡ് ഇന്നർ സ്ക്വയർസ്, സൈഡ്സ് ഓഫ് ഔട്ടർ ആൻഡ് ഇന്നർ സ്ക്വയർ. ഔട്ടർ സ്ക്വയറിന്റെ 2h ആണ്, അപ്പൊ 2h പ്ലസ് എ ആണ്, 2h പ്ലസ് എ. ഇന്നർ സ്ക്വയറിൻ്റെത്, അപ്പൊ നമുക്ക് റേഷ്യോ ആണ് വേണ്ടത് അല്ലെ. ഇവിടുത്തെ റേഷ്യോ 2h മൈനസ് എ ആണ്. അപ്പൊ 2h പ്ലസ് എ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഇവിടെ കിട്ടി a × √3 പ്ലസ് 1 ആണ്. 2h മൈനസ് എ എന്താണ്, a × √3 മൈനസ് 1 ആണ്. അപ്പൊ റേഷ്യോ എടുക്കുമ്പോൾ ഒരേപോലുള്ള സാധനങ്ങൾ ക്യാൻസൽ ചെയ്യുക, എയും ക്യാൻസൽ ചെയ്തു. സോ നമുക്ക് റേഷ്യോ എന്ത് കിട്ടി, √3 പ്ലസ് 1 ഈസ് ടു √3 മൈനസ് 1 ആണ് ഇവ തമ്മിലുള്ള അംശബന്ധം, ഇവ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, സോ റേഷ്യോ ബിറ്റ്വീൻ സൈഡ് ഓഫ് ഔട്ടർ സ്ക്വയർ ആൻഡ് ഇന്നർ സ്ക്വയർ ഈസ് √3 പ്ലസ് 1 ഈസ് ടു √3 മൈനസ് 1. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. നമ്മൾ എല്ലാ ക്ലാസ്സും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.